ഏപ്രിൽ മാസം തമിഴ് ജനത വിധിയെഴുതിയത് തങ്ങളുടെ തന്നെ തലവര മാറ്റിവരയ്ക്കാനായിരുന്നു. ഇത്രനാളും തങ്ങളുടെ വോട്ട് വാങ്ങി പകരം എന്ത് തന്നു എന്ന ചോദ്യം അവർ അവരോട് തന്നെ ചോദിച്ചു. അത് ചോദിപ്പിച്ചതാകട്ടെ ഇളയ ദളപതി എന്ന് തമിഴർ സ്നേഹപൂർവ്വം വിളിക്കുന്ന ജോസഫ് വിജയ്. സൂപ്പർ സ്റ്റാർ രജനീകാന്തും ഉലകനായകൻ കമൽഹാസനും മോഹിച്ചിട്ടും നടക്കാതെ പോയ തമിഴ് മുഖ്യമന്ത്രി സ്ഥാനമാണ് വിജയ് 2 വർഷത്തെ പരിശ്രമം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. ഏതെങ്കിലും പരമ്പരാഗത പാർട്ടിയുടെ പിൻബലത്തിൽ കയറി വന്നവരാണ് തമിഴ്നാട് ഭരിച്ചവരെല്ലാം. DMK-യിലൂടെ മകനെ രാഷ്ട്രീയത്തിലിറക്കാനായിരുന്നു പിതാവ് SA ചന്ദ്രശേഖറിൻ്റെ പദ്ധതി. പക്ഷേ മകൻ്റെ പദ്ധതികൾ വേറിട്ടതായിരുന്നു. 1992 പിതാവ് സംവിധാനം ചെയ്ത നാളെയെ തീർപ്പിലെ അഭിനയം നെഗറ്റീവ് റിവ്യൂകളാണ് വിജയ്ക്ക് സമ്മാനിച്ചത്. പക്ഷേ വിജയ് ചങ്കുറപ്പോടെ പിടിച്ചു നിന്നു. നാളെ തൻ്റേതാണെന്ന ബോധ്യം വിജയ്ക്കുണ്ടായിരുന്നു. സ്വതവേയുള്ള മൗനവും പ്രസന്നഭാവവും നല്ല പെരുമാറ്റവും വരാനിരിക്കുന്ന കൊടുങ്കാറ്റിൻ്റെ അടയാളങ്ങളാണെന്ന് പലരും തിരിച്ചറിഞ്ഞില്ല. രാഷ്ട്രീയക്കാർ ഈ സമയമൊക്കെ തടയിട്ടുകൊണ്ടിരുന്നത് രജനീകാന്തിൻ്റെയും കമൽഹാസൻ്റെയും രാഷ്ട്രീയ പദ്ധതികളെയായിരുന്നു. ആ സമയമൊക്കെയും വിജയ് തൻ്റെ സ്വപ്ന ലക്ഷ്യത്തിലേക്കുള്ള വിളനിലം ഒരുക്കുകയായിരുന്നു. അതിനായി തൻ്റെ ഫാൻസിനെ ശക്തിപ്പെടുത്തുകയായിരുന്നു വിജയ് ആദ്യം ചെയ്തത്. വിജയ് മക്കൾ ഇഴക്കം എന്ന പേരിൽ ആരംഭിച്ച ഫാൻസ് അസോസിയേഷൻ 2020 വിജയ് കേഡർ സ്വഭാവമുള്ള സംഘടനയാക്കി മാറ്റി. 2024 ഫെബ്രുവരി 2 തമിഴക വെട്രി കഴകം എന്ന പാർട്ടി ഉദയം ചെയ്തപ്പോൾ തൻ്റെ ഫാൻസ് അസോസിയേഷൻ നേതാക്കളെ തന്നെ പാർട്ടിയുടെയും തലപ്പത്ത് പ്രതിഷ്ഠിച്ചു. അതിനു മുൻപേ 2012 തന്നെ തൻ്റെ സിനിമകളിൽ രാഷ്ട്രീയ ചൊവ്വയുള്ള ഡയലോഗുകൾ ഉൾപ്പെടുത്താൻ വിജയ് ശ്രദ്ധിച്ചിരുന്നു. വിജയുടെ രാഷ്ട്രീയ മോഹം അന്നേ എല്ലാവരും തിരിച്ചറിഞ്ഞതാണ്. പക്ഷേ കുട്ടിത്തം വിളങ്ങുന്ന മുഖമുള്ള സൗമ്യ സ്വഭാവക്കാരനും മിതഭാഷിയുമായ വിജയ്ക്ക് രാഷ്ട്രീയത്തിൽ എളുപ്പത്തിൽ സ്ഥാനമുറപ്പിക്കാനാവുമെന്ന് എതിരാളികൾ പോലും വിചാരിച്ചില്ല. അവിടെ നിന്ന് തുടങ്ങുന്നു വിജയ് എന്ന രാഷ്ട്രീയക്കാരൻ്റെ വിജയം. പുലി പതുങ്ങുന്നത് ആക്രമിക്കാനാണ് എന്ന തത്വം വിജയ് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ചു. വിജയെ ആദ്യം AIADMK DMK പാർട്ടികൾ ഗൗരവത്തിലെടുത്തിരുന്നില്ല. പക്ഷേ വിജയുടെ മെഗാ സമ്മേളനങ്ങളിലെത്തുന്ന ജനക്കൂട്ടം കണ്ടപ്പോൾ പരമ്പരാഗത പാർട്ടിക്കാർക്ക് അപകടം മണത്തു. പിന്നെ വിജയുടെ വഴി എങ്ങനെ തടയാം എന്നായി അവരുടെ ചിന്തകൾ. വിജയ് ഗവൺമെൻറ്റിനെതിരെ ശബ്ദിച്ചപ്പോൾ പ്രതികരിക്കാതിരിക്കാനാണ് സ്റ്റാലിൻ നേതാക്കൾക്ക് നൽകിയ നിർദ്ദേശം. ചർച്ചകൾ ചൂടുപിടിച്ചാൽ അതിൻ്റെ നേട്ടം വിജയ് കൊയ്യുമെന്ന് സ്റ്റാലിൻ അന്നേ കണക്ക് കൂട്ടി. കരൂരിൽ വിജയുടെ റാലിക്കെത്തിയവരിൽ 41 പേർ തിക്കിലും തിരക്കിലും മരണപ്പെട്ടതോടെ വിജയ്ക്കെതിരെ കേസുകളുടെ മലവെള്ളപ്പാച്ചിൽ തന്നെ ഉണ്ടായി. പക്ഷേ അതിനെയൊക്കെ വിജയ് അതിജീവിച്ചു. പിന്നെ വിജയുടെ വ്യക്തിജീവിതത്തിലെ താളപ്പിഴകൾ ഉയർത്തിക്കാട്ടി താറടിക്കാനുള്ള ശ്രമം നടന്നു. ഭാര്യ സംഗീത സ്വർണലിംഗം വിജയ്ക്കെതിരെ വിവാഹമോചന ഹർജിയും ജീവനാംശത്തിനുള്ള കേസും കൊടുത്തു. ആ കേസുകളിലൂടെ വിജയുടെ ഇമേജ് തകരും എന്ന് ഒരു കൂട്ടർ കരുതി. പക്ഷേ അതും ചീറ്റിപ്പോയി. അവസാനം 108 സീറ്റ് നേടിയിട്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെങ്കിൽ 118 MLA-മാരുടെ പിന്തുണക്കത്ത് വേണമെന്ന് ഗവർണർ ശാഠ്യം പിടിച്ചു. BJP-കാരനായ ഗവർണർ വിജയെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താനുള്ള കുതന്ത്രമായിരുന്നു അത്. പക്ഷേ ജനഹിതവും ദൈവഹിതവും വിജയ്ക്കൊപ്പമായിരുന്നു. ഇനി വിജയ്ക്ക് പരീക്ഷണകാലമാണ്. ആ പരീക്ഷണങ്ങളെ തരണം ചെയ്ത് ഭാരതം കണ്ട മികച്ച ഭരണാധികാരിയായി മാറാൻ വിജയ്ക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.